നമുക്ക് ഈസി ആയിട്ട് ഈത്തപ്പഴം കേക്കാക്കാം. എല്ലാവരും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് ഈ ഗ്ലാസിൻ്റെ അളവിലാണ് പഞ്ചസാരയും മൈദയും അളന്ന് കാണിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പില്ലെങ്കിലും നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാട്ടാ. ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ഗ്ലാസ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് കേക്കിന് വേണ്ട മുട്ട ബീറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 6 മുട്ടയും ഉമ്മ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഒരു 2 മിനിറ്റിന് ശേഷം ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും മുട്ട നല്ല പോലെ ഫ്ലഫി ആയി കിട്ടും. ഉമ്മ ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാല്ലേ? ഇപ്പോൾ മുട്ട ഏകദേശം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര മാറ്റി വെക്കണം. അത് നമുക്ക് മെൽട്ടാക്കി എടുക്കാനുള്ളതാണ്. ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര മെൽട്ടാക്കി എടുക്കാൻ വേണ്ടി ഒരു ചെറിയ പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് മാറ്റി വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് വേണം പഞ്ചസാര മെൽട്ടാക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. പഞ്ചസാര ഇട്ട് കൊടുത്ത പാടെ ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഏകദേശം സൈഡിലൊക്കെ മെൽട്ടായി തുടങ്ങി ആ ടൈമിൽ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഏകദേശം അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റിവെക്കാം. ഞാനിവിടെ ഈ കേക്കിന് വേണ്ടി 20 ഈത്തപ്പഴം കുരു കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര മെൽട്ടാക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഈ ഈത്തപ്പഴത്തിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചതിൽ നിന്നും 2 സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മൈദ കൂടി ഇട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈത്തപ്പഴ കേക്കിന് ബാറ്റർ ഒഴിക്കുമ്പോൾ ഈ ഈത്തപ്പഴമൊക്കെ താഴേക്ക് ഇറങ്ങി നിൽക്കില്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് കുറേശ്ശെയായി മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ നേരത്തെ മാറ്റി വെച്ച ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കണം. ഈത്തപ്പഴം ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല, 2-3 ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ബാറ്ററിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ടാകും. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കാണാം. ഞാൻ പഞ്ചസാര മെൽട്ടാക്കുന്ന ആ ടൈമിൽ തന്നെ ഒരു ഫ്രൈ പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചൂടായി. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ തടവി കൊടുക്കണം. അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇനി ഇത് ഒരു ടൈറ്റുള്ള അടപ്പ് വെച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെന്തോന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് തുറന്ന് നോക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റായി കിട്ടില്ല. ഏകദേശം 30-35 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ വേവിക്കണം. 30 മിനിറ്റിൻ്റെ ശേഷം നമ്മളെ കേക്ക് റെഡി. കേക്കിൻ്റെ ഉൾവശം വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാവുന്നതാണ്. സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മളെ കേക്ക് റെഡി. അങ്ങനെ ഈസി ആയിട്ടുള്ള ഈത്തപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഷസ മെഹറിൻ.